ഹലോ, എല്ലാവർക്കും നമസ്കാരം. വയനാട് നിർമ്മലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേച്ചി ഇതെന്താ കുറേ മാങ്ങയും കൊണ്ട് കുറേ നാളായല്ലോ എന്ന് ഓർക്കുണ്ടാവുമല്ലേ എല്ലാവരും. വയനാടിൻ്റെ സ്വന്തം തുറമാങ്ങ. വയനാട്ടുകാരിയായി ഞാനൊന്നും ഉണ്ടാക്കില്ല, മോശമല്ലേ. അപ്പം നമുക്ക് മാങ്ങ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് ഒന്ന് കാണിച്ചു തരാം. പക്ഷേ ഇത് ഒന്നും രണ്ടും ദിവസം കൊണ്ട് കഴിയുന്ന കാര്യമല്ല കേട്ടോ, കുറച്ച് ദിവസം വേണം അതിന്. അപ്പം ഞാൻ ഞെട്ടോടുകൂടി ചതയാണ്ട് കുറച്ച് മാങ്ങ പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതിന് ദശക്കട്ടിയുള്ള ഏത് മാങ്ങയാണേലും കുഴപ്പമില്ല, കോട്ടമാങ്ങയാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. അപ്പം നമുക്ക് ഇത് ഞാൻ ഞെട്ടോടുകൂടിയാണ് പറിച്ചുകൊണ്ട് വന്നേക്കുന്നത് കേട്ടോ. അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഷെയറും കമൻറ്റും ഒക്കെ വേണേ. എനിക്കൊന്നുമില്ല, കുറവാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടായിരിക്കും എൻ്റെ വിജയം. അപ്പം നമുക്ക് ഈ മാങ്ങയൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി ഇതിനെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പം നമുക്കത് ചെയ്തിട്ട് വരാം. മാങ്ങയൊക്കെ ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു ചെരുവത്തിൽ അടുപ്പിൽ വെള്ളവും വെച്ചിട്ടുണ്ട്. അലുമിനിയം പാത്രം പെട്ടെന്ന് എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ അലുമിനിയം പാത്രത്തിൽ വെച്ചത്. ഇത്ര വലിയൊരു പാത്രം ഇല്ലാത്തതുകൊണ്ട്. എന്താ ഞാൻ വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് മാങ്ങ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. മാങ്ങ ഇടുമ്പോൾ സൂക്ഷിക്കുക, കയ്യിലേക്ക് വെള്ളം തെറിക്കും. കുറച്ച് ഉപ്പും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഒന്ന് വാടിക്കഴിയുമ്പോൾ വേഗം നമുക്ക് കോരി മാറ്റണം. കോരി മാറ്റിക്കഴിഞ്ഞാൽ ഉപ്പ് വെള്ളം അവിടെ അലുമിനിയം പാത്രം കൊണ്ട് വെച്ചുകൊണ്ടിരിക്കരുത്, എടുത്ത് കളയണം. ഇതെല്ലാം മാങ്ങ നിറം മാറി വന്നിട്ടുണ്ട്, നല്ലോണം ചൂട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്ന് ഇങ്ങനെ കീറിയെടുക്കാം. എങ്ങനെ കീറണമെന്ന് നോക്കാം. ഓരോ മാങ്ങ ഇങ്ങനെ ഒരു സൈഡ് വിടിയിക്കാതെ ഇങ്ങനെ മുറിച്ചെടുക്കണം. ഇങ്ങനെ ഇതാ നോക്കിക്കോ, ഇങ്ങനെ മുറിച്ചെടുക്കുക രണ്ട് ഭാഗം. മാങ്ങാണ്ടിയിൽ നിന്ന് ഇങ്ങനെ വിടരുത്, അങ്ങനെ മുറിച്ചെടുക്കണം. നമുക്കിനി എല്ലാം മുറിച്ചെടുക്കാം. മുറിച്ച് ഞാൻ ഉപ്പ് വരട്ടുന്നുണ്ട് നല്ലോണം, അല്ലെങ്കിൽ ഉപ്പില്ലാണ്ട് വെയിലത്ത് വെച്ച വേഗം ഉള്ളിൽ പൂപ്പൽ പിടിക്കും. കട്ടിയുള്ളത് കൊണ്ടേ പെട്ടെന്ന് അങ്ങ് ഉള്ളിലേക്ക് ഉണങ്ങില്ലല്ലോ. അപ്പം അങ്ങനെ ഉപ്പ് വരട്ടിയിട്ടാണ് വെക്കുന്നത്. ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇതിൽ ആ മസാല വരട്ടത്തുള്ളൂ. ഒരുവിധം നല്ല എല്ലാ ദിവസവും ഞാൻ പിന്നെ ഒരേ ടിന്നിലിങ്ങനെ ഇതെല്ലാം പുരട്ടാൻ നമുക്ക് പിന്നെ ഉപ്പ് പുരട്ടിയിട്ട് വെയിലത്ത് വെക്കാം. ഇതെല്ലാം പുരട്ടിയിട്ട് കാണിക്കാം കേട്ടോ. ഇനി ഞാനിങ്ങനെ പുരട്ടിയിട്ട് പിന്നെ എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് വെയിലത്ത് വെച്ച് 2-3 ദിവസം ഉണക്കിയ ശേഷം ഇതിൻ്റെ മസാല തേക്കാം. ഞാൻ എല്ലാ ദിവസവും ഒരു ടിന്നിലെടുത്തിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് ടിന്നിലെടുത്ത് വെക്കും കേട്ടോ. അല്ലെങ്കിൽ വല്ല പ്രാണിയോ എന്തെങ്കിലുമൊക്കെ കയറുമെന്നുള്ള. ഞാൻ ഈ തൊട്ട് വീടിൻ്റെ മുൻവശത്ത് തന്നെ വെച്ച കാരണം ഇങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഒരു ടിന്നിലടച്ച് വെക്കും. ചൂടോടെ എടുത്ത് വയ്ക്കരുത്, വിയർക്കും. ഇനി ഇതിനുള്ള മസാല ചേർക്കാം നമുക്ക്. എന്തൊക്കെയാണ് ഇതിൻ്റെ മുളക് പൊടി, കാശ്മീരി 2 മുളക് പൊടിയും കൂടി അത് നല്ലോണം ഞാൻ പാനിലിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, ഉലുവാപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ കടുക് വറുത്ത് പൊടിച്ചത്, ഉലുവയും വറുത്ത് പൊടിച്ചു. ഇത് ജീരകവും, ചെറിയ ജീരകവും വലിയ ജീരകവും വറുത്ത് പൊടിച്ചത്. ഇത് കായപ്പൊടി. ഇതെല്ലാം ഉണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും. വയനാടിൻ്റെ തനി തുറമാങ്ങ ആകത്തുള്ളൂ. ചിലർ കായം ചേർക്കുന്ന കാണുന്നില്ല, ചിലർ കുരുമുളക് ചേർക്കുന്ന കാണുന്നില്ല. ഇതൊക്കെ വേണം. കായം വേണം, കുരുമുളക് പൊടി വേണം, ചെറുജീരകം, വലിയ ജീരകം, പിന്നെ കടുക് പൊടിച്ചത്, ഉലുവ പൊടിച്ചത്, പിന്നെ ഈ മസാലയ്ക്കുള്ള ഉപ്പ്, എന്നിട്ട് മുളക് പൊടി എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാങ്ങ തേച്ച് പിടിപ്പിക്കണം. ഇത് പെട്ടെന്ന് തന്നെ കഴിക്കാൻ പറ്റില്ല. ഒരു മാസമെങ്കിലും ഇരുന്നിട്ട് ഇതൊന്നോടെ അലുക്കുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് വരുന്നത്. മഴക്കാലത്തൊക്കെ ഇല്ലേ,
ചോറിൻ്റെ കൂടെയും ചൂടുള്ള ചോറിൻ്റെ കൂടെയും കഞ്ഞിക്കും ഒക്കെ നല്ല ടേസ്റ്റായത്. വെറുതെ പിള്ളേരൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ട് നടക്കുക. അപ്പം എല്ലാവരും ഇപ്പം ഇതേപോലെ എല്ലാ മസാലയും പുരട്ടിയെടുക്കുക കേട്ടോ. നല്ല വെയിലുള്ളപ്പോഴേ ഇതുണ്ടാക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പൂത്തു പോവുക. അപ്പം ഇതേപോലെ എല്ലാം പുരട്ടി നമുക്ക് എടുക്കാം. മസാല തേച്ച് ഇച്ചിരി മെനക്കെട്ട പണിയാണ്. ഞാൻ ഇതേപോലെ എല്ലാം 3-4 വെയിൽ ഒളിച്ച് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. എത്ര ഉണങ്ങുന്നോ അത്രയും നല്ലത്. ഇതിനി നല്ലോണം തണുത്ത ശേഷം ഒരു നല്ല ഇതേപോലെയുള്ള ടിന്നില്ല കുപ്പി ഭരണിയിലാണേലും